ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പുവിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല. അപ്പോൾ ഇന്ന് കുട്ടികൾ അനുവും കണ്ണനൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചിട്ട് അവൾ വന്നിട്ട് അനുവിൻ്റെ അടുത്ത് കിടക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ 3 പേരും കൂടി നല്ല കളിയാണ് കേട്ടോ. ഇന്ന് സ്കൂളിലായിരുന്നില്ലേ, മഴ കാരണം സ്കൂളിലാന്ന് പറഞ്ഞുള്ള മെസ്സേജൊക്കെ വന്നിട്ടായിരുന്നു. അതുകൊണ്ട് 3 പേരും വീട്ടിലുണ്ടെന്ന്. അപ്പോൾ പഴം കഴിക്കുകയാണ് അല്ല അപ്പോഴും കളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ പഴം കഴിക്കുകയാണ്. അപ്പോഴും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴം ഇങ്ങനെ മുറിച്ചിട്ട് പഴം പുഴുങ്ങിയത് നേന്ത്രപ്പഴം ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ല അപ്പോഴും. എന്താണ് ഇവിടെ പണിയാണ്? എൻ്റെ ഞാൻ ചീത്ത പഞ്ഞോ? എന്തിനാ ചീത്ത പഞ്ഞത്? അറിയില്ലേ? ചീത്ത പറഞ്ഞ എന്തിനാന്ന് അറിയണ്ടേ? നീ ഇവിടെ വെള്ളം കളയോ? ഈ പൈപ്പ് ഓൺ ആക്കിയിട്ട് കളിക്കാൻ നിൽക്കുക നീ? പൈപ്പ് ഓഫ് ചെയ്യേ, അടി കിട്ടും കേട്ടോ. ആർക്കടി കിട്ടുന്നു? നിനക്കടി കിട്ടുന്നാ പറഞ്ഞേന് പൈപ്പിൽ കളിച്ചിട്ടുണ്ടാ. അയ്യോ നമ്മുടെ കൈ മുറിച്ചു. കൈ മുറിച്ചോ? നീ കൈ മുറിച്ചോ? കൈ മുറിച്ചോ? ഉമ്മച്ച മാറുവോ? ആരാ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞോ? അതാരാ പറഞ്ഞത്? കൈ മുറിച്ച ഉമ്മ വെച്ചാ മാറുന്ന ആരാ പറഞ്ഞത്? പറഞ്ഞതെന്ന് പറ, അവരോട് പറ. ആരാ പറഞ്ഞത്? എന്താ ഞാൻ പറ, എന്താ പറഞ്ഞേ? പറഞ്ഞോ? എന്തിനാ അങ്ങനെ പറഞ്ഞേ? ആരോടാ പറഞ്ഞ് തലമണ്ടേ കൂടെ വയ്ക്കുന്നത്? ആരെ തലമണ്ടേ കൂടെ വയ്ക്കുക? എന്താ തലമണ്ടേ കൂടെ വയ്ക്കുക? കഞ്ഞിയോ? അയ്യോ, അനുവിന്റെ തലമണ്ടേ കൂടെ വയ്ക്കുവോ? നീ അവളെ തലമണ്ടേ കൂടെ വയ്ക്കും പറഞ്ഞോടിയേ നീ. പിന്നെ എന്തിനാ അവളങ്ങനെ പറഞ്ഞ്? എന്തിനാ പറഞ്ഞ അങ്ങനെ പറയണേ? എന്നെ പറയാൻ പാടില്ല കേട്ടാ. അമ്മ തുടക്കേ അവിടൊക്കെ വെള്ളാക്കുന്നീയേ, വഴിക്ക് വീഴട്ടാ. എന്ത് കാലുമ്പോ തുറക്കാനോ? അഞ്ചിത്ര കാലുമ്പോ തുറക്കണ്ടോ നീയെ? കാലിൽ നിൽക്കണോടത്ത് മാത്രം തുറക്കാൻ പറ്റുള്ളൂ. എവിടേക്ക് തുറച്ചിന്? അയ്യോ, അത് പൊങ്ങണും കൂടി ഇല്ല, അപ്പൊ അതും കൂടി വീഴുന്നില്ല. താടി നേരം പോണൂടി. മൊത്തത്തിന് വഴിക്ക് വീഴും. അപ്പടിപ്പോ വഴിക്ക് വീഴും. മേത്തിക്കോ? നല്ല മേത്തിക്കാക്കപ്പോ ഞാൻ എതിർത്തിട്ട് അമ്മ ചെത്ത് കിട്ടാ. നീ മൊത്തം തുറക്കി, എല്ലായിടത്തും തുറക്കി. ഇപ്പൊ അവന്റെ മുഖത്തേക്ക് കൊണ്ട് കുത്തിയായിരുന്നു. കുത്തി മേത്ത് കുത്തിയവന്റെ. അയ്യോ എന്താ തോണ്ട. അമ്മയ്ക്ക് എന്താണോ? എന്തൊരു കഷ്ടപ്പെടോത്. എന്താ അമ്മ മുക്കി പിഴിഞ്ഞുതരാം. പോട്ടെ. അയ്യോ വീട്ടിൽ നേരെ തുടയ്ക്കാൻ പറ്റണ്ടേ? എന്ത് പറ്റില്ലാന്ന് അമ്മ അപ്പഴൊന്നും കാണാനില്ല. എവിടെങ്കിലും കണ്ടോ?
ഞാൻ കണ്ടിക്കട്ടെ. എന്താ പണിയുടെ ഇവിടെ ഇരുന്നിട്ട്? കേക്ക് ഉണ്ടാക്ക്. എന്റെ ബർത്ത്ഡേക്ക് മുറിച്ച കത്തിയാ ഇവിടെ തരി. അതാ കിട്ടിയാ? മുറുക്ക് കിട്ടിയാ? പൈപ്പിന്റെ ചോട്ടില്? ഏത് നേരത്തെ പൈപ്പിന്റെ ചോട്ടിലാണോ? എന്താ അപ്പഴാ എന്താ കാണിക്കണ? ചെളിയില് കളിക്കേ? കേക്കോ? എന്നാ ഞാനും വരട്ടെ കളിക്കാൻ. ഹായ് ഗായ്സ്, ഞങ്ങൾ രണ്ടാളിരുന്ന് ചെളിയില് കളിക്കുക. കോഴി അപ്പിട്ടുണ്ടാവും അവിടെയൊക്കെ. അപ്പടൂന് ഒരു കുഴപ്പമില്ല എന്ത് പറഞ്ഞാലും. അപ്പടോ ഇങ്ങനെ ചെളിയിലിരുന്ന് കളിക്കാന്നല്ലാണ്ട്. ഇങ്ങോട്ട് നോക്കട്ടെ. ഞാൻ ഇവിടെ ഒരു കുഴി ഉണ്ടാക്കി. അപ്പടോ കൈ കഴുകിട്ട് വായോ. കൈ കഴുകിട്ട് വാ. കൈ കഴുകിക്കണം. ഉള്ള കൈ കാണിച്ച് കഴിച്ചിട്ട് കൊണ്ടുപോവാ. അപ്പഴ വാ, കൈ കഴുകാം. അപ്പളൂനെ അവിടുന്ന് പിടിച്ചോണ്ട് വന്നതാണ് കേട്ടോ, മണ്ണിൽ കളിക്കണോടത്ത് നിന്ന്. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിച്ചാണ്. വേറെ ബനിയുടെ അവള് സമ്മതിക്കണില്ല. ബനിയുടെ സമ്മതിക്കില്ല. എന്തേ? എന്താ സമ്മതിക്കാത്ത? അയ്യോ ചേച്ചിയുടെ സ്കെച്ചോ? ചേച്ചിയുടെ അടുത്ത് കിട്ടട്ടെ, അടി കിട്ടട്ടെ. ഒരെണ്ണം കൊടുക്ക് പോനാ, ഒരെണ്ണം കൊടുക്ക്. ഒരെണ്ണം മതി, ഒരെണ്ണം മതി കേട്ടാ. പൊന്നപ്പന ഒരെണ്ണം മതി. പോരെ? ഒരെണ്ണം പോരെ? അയ്യോ നന്നായില്ലേ? നന്നായില്ലേ? എന്നതാക്കിട്ട് എന്താ കാര്യം? ഞാൻ എന്താ ചെയ്ത്? ഞാൻ എന്താടി ചെയ്ത്? കുറുമ്പിയാണ് കുറുമ്പി. കുറുമ്പി അവള് കുറുമ്പി അല്ലേ? കുറുമ്പിയെ കുറുമ്പി പോയി വാതിലടച്ചു. കുറുമ്പി പോയി വാതിലടച്ചു. കുറുമ്പി പെട്ടിൽ കിടന്നു. വേണ്ടടി, വേണ്ട വേണ്ട. കടിച്ചോ? ഇനി കുറുമ്പിയെ, കുറുമ്പി നീ കടിച്ചോടി. കുട്ടികളെ കിടന്നുറങ്ങിക്കോട്ടെ കേട്ടോ. കുട്ടികളെ കിടന്നുറങ്ങിക്കോട്ടോ. ബാബു നീ കൊറേ കഴിഞ്ഞിട്ട് നീറ്റാ മതി കേട്ടാ. മിറ്റത്തേക്ക് മണ്ണിലേക്ക് ഇറങ്ങില്ലല്ലോ അല്ലേ? അപ്പൊ ഞാൻ കടിക്കുന്നേ ആണോ? അപ്പോഴേക്കും ഞാൻ നിന്നെ കടിച്ച് പറിച്ചെടുക്കും. ഒരു ചവിട്ടിന് അനുസരിച്ച് അവിടെ വീണു. ലപ്പിടുവോ? ഒരു ചവിട്ടിന് അനുസരിച്ച് അവിടെ വീണു. അപ്പോഴൂനോട് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ, പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല മഴയും പിന്നെ അതുപോലെ തന്നെ നല്ല ചെളിയൊക്കെയാണ് മുറ്റത്ത്. അപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴൂനോട്. അങ്ങോട്ട് തിന്നോ? വേണ്ട, ഈ അങ്ങനെ തിന്നോ. അല്ല പിന്നെ എന്താ ഇവിടെ ഇരിക്കണേ? തലവേദന ഉള്ളത് തലേ.
തലവേദനയാണോ? എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയോ? എവിടെ ഡോക്ടർ? ഡോക്ടർ ഡോക്ടർ എന്നിട്ട് എന്താ പറഞ്ഞേ? ജലദോഷോ? അതെയോ? നീ തലവേദനയായിട്ട് പോയപ്പോ ഡോക്ടർ പനിയാണെന്നും പറഞ്ഞോ? അതെയോ? എന്നിട്ട് ഡ്രസ്സൊന്നും ഇടാണ്ടാണോ ഡോക്ടറെ അടുത്തേക്ക് പോയത്? അയ്യേ. ആ ഇപ്പൊ ശരിയായി കേട്ടോ. ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുട്ടിയായി കേട്ടോ. എന്നിട്ട് മരുന്ന് കിട്ടിയോ ഡോക്ടറെ അടുത്തുനിന്ന്? മരുന്ന് എപ്പോഴാ വരിക? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഇപ്പൊ പനിയായിട്ട് കുട്ടി വന്നിട്ട് നിനക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മരുന്ന് കൊടുക്കുക? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ മരുന്ന് കൊടുക്കുന്നത്. തന്നെ മരുന്ന് കൊടുത്താലേ കുട്ടിയുടെ പനി മാറുള്ളൂ. മരുന്ന് തരാൻ പറ ഡോക്ടറെ അടുത്ത്. ഞാൻ എഴുതിക്കോ പറ. മരുന്ന് ഇപ്പൊ വേണം പറ. കുട്ടിയുടെ അസുഖം മാറണ്ടേ അല്ലേ? അക്കൂശോ? കുറുമ്പി. അപ്പോൾ ഉറങ്ങാണോ? ഉറങ്ങ നമുക്ക്. അപ്പോൾ ചോറൊന്നും ഉണ്ടില്ല കേട്ടോ. അനുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് അല്ലേ? ചോറുണ്ടില്ല. എന്തിനാ ചോറിനാഞ്ഞി? അവിടെ കിടക്കാത്ത കാരണം അനുവിൻ്റെ അടുത്ത് കിടത്തിയില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ തല്ല് കൂടിയിട്ട് ചോറുണ്ണാണ്ട വന്ന് കിടക്കുകയാണ് അല്ലേ? അപ്പൊ ആരാ അപ്പിക്കുട്ടി? നീയാണോ അനുവാണോ അപ്പിക്കുട്ടി? അനുവാണ് അപ്പിക്കുട്ടി. അപ്പൊ ഓക്കെ, നീ ഉറങ്ങി കഴിഞ്ഞിട്ട് കാണാൻ പറ. കണ്ണിലേക്ക് ഇടിച്ചു. അത് നീ അവളെ അടുത്ത് കിടത്താത്തോണ്ടല്ലേ? അല്ലല്ല, ഞാനും കണ്ണേനും കളിക്കുമ്പോ അവള് എന്താ വെച്ചിട്ട് എന്റെ കണ്ണിലേക്ക് ഒരൊറ്റോടി എന്തോ വെച്ചിട്ട് അവളുടെ ടോയ്സ് എന്തോ വെച്ചിട്ട് അടിച്ചു എന്റെ കണ്ണിൽ. അടിച്ചുവോ? അടിച്ചുവോ? അഞ്ചിച്ചിട്ട് കണ്ണിലേക്ക് അടിച്ചുവോ? കുറുമ്പിയേ കള്ളച്ചിരി വരുന്നല്ലോ കുറുമ്പിക്ക്. എന്നപ്പോ ഞങ്ങൾ ഉറങ്ങാൻ പോവാ പറ. ടാറ്റ പറ. ഉറങ്ങി നീച്ചിട്ട് കാണാൻ പറ. ഓക്കെ. നല്ല കാറ്റ് മഴയാണ് കേട്ടോ. നല്ല മഴ, കാറ്റുണ്ട്, നല്ല മഴയുണ്ട്. അപ്പൊ ഗൈസ് അപ്പിട് കിടന്നുറങ്ങിയാണ്. അപ്പോൾ മഴയുടെ മുന്നേ ഉണ്ണിയിട്ട് ചിക്കൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുളകൊക്കെ തിരുമ്പുമ്പോഴേക്കും അപ്പിടും നീക്കുകയും ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ ചിക്കനിൽ മുളകൊക്കെ തിരുമ്പി വെച്ചിട്ട് അപ്പിടുവിനെ ഒന്നുകൂടി ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അപ്പിടുവിനെ കൊണ്ട് ഇങ്ങനെ ഉമ്മർത്ത് വന്നിരുന്നപ്പോൾ അപ്പിടും അവിടെ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങി. അപ്പോൾ അപ്പിടുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നീരിട്ട് അവൾ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഇവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. അത് നോക്കിയിരുന്നിട്ടാണ് അവൾ ബിസ്ക്കറ്റ് കഴിക്കുന്നത്. കത്തിക്കേ എന്താനു കച്ചാൻ വരാത്ത്? എന്താനു കച്ചാൻ വരാത്ത്? എന്ത്? അവരവിടെ പഠിക്കുകയാണേ. അവരവിടെ പഠിക്കല്ലേ? അപ്പോഴൂന് ബോറടിക്കാൻ തുടങ്ങിയില്ലേ? ചേച്ചി ഏട്ടനും ഇല്ലാതെ ബോറടിക്കാൻ തുടങ്ങിയാ? കളിക്കാൻ വരാതെ? അവർ പഠിച്ചു കഴിഞ്ഞിട്ട് കളിക്കാൻ വരും കേട്ടാ. അപ്പോൾ കുട്ടി ഒതുങ്ങിയിരിക്കില്ലേ? ഓക്കെ. കളിക്കാണ്ടാവില്ലേ? അവർ കളിക്കാൻ വരും കേട്ടാ. അവർ കളിക്കാൻ വരും കേട്ടാ. അവരെ ബെഡിലിരുന്നിട്ടാ പഠിക്കണത്. പോയി സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അടി കൊടുക്കണം അല്ലേ അവർക്ക് അപ്പിടുക?
അടി കൊടുക്കണം അല്ലേ? അതിനാണോ നീ ഇതും പിടിച്ചോണ്ട് നടക്കണത് അവർ പിന്നാലെ? അയ്യോ അപ്പഴും പേടിച്ചു. അപ്പോഴത് ഉരുട്ടിക്കൊണ്ട് നടക്കേട്ടാ. ഇതാ പോണു അങ്ങോട്ട് തന്നെ. അതുകൊണ്ട് അടിക്കണ്ട ചേച്ചീനെ. അപ്പഴോ വേണ്ട, അപ്പഴോ കളിക്കാൻ നിൽക്കണ്ട, അപ്പഴോ ഉപദ്രവിക്കണ്ട, അവർ പഠിച്ചോട്ടെ. ബാ ഉപദ്രവിക്കണ്ട, അപ്പഴോ അവർ പഠിച്ചോട്ടെ കേട്ടോ. നമ്മുടെ കുട്ടി നല്ല കുട്ടിയല്ലേ, സ്വത്തല്ലേ. എന്ത് കാക്കിക്കുടിയോ? എന്ത് കളി പറയണത്? എന്തുവാ കുട്ടി ഒതുങ്ങിയിരിക്കേട്ടാ. അപ്പോൾ ഉണ്ണിയേട്ട ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉച്ചയ്ക്ക് അത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു 6:30 ആയി. അപ്പോൾ നല്ലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ചൂടോടെ ആകുമ്പോൾ രാത്രി കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ തണുപ്പല്ലേ, മഴയൊക്കെ അല്ലേ. ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. എവിടെ പ്രേതമുള്ളത്? അമ്മ കിടക്കണ റൂമിൽ. അവിടെ പ്രേതമുണ്ടോ? അമ്മ മാത്രമല്ലല്ലോ, നീ അവിടെ തന്നെ അല്ലേ കിടക്കണത്? അയ്യോ നിന്നെ ഭേദം പിടിച്ചട്ടെ, നിന്നെ ഭേദം പിടിച്ചട്ടെ. അപ്പഴോ കുറുമ്പിയേ, ഇവരെ പഠിക്കാൻ സമ്മതിക്കണില്ലേ നീ? ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോയതല്ലേ അവരെ പഠിക്കാൻ സമ്മതിക്കണമെന്ന് അല്ലേ? ചവിട്ടണ്ട കേട്ടോ, ഏട്ടനെ ചവിട്ടണ്ട. വികൃതി മാറി നിൽക്ക് വികൃതി കുട്ടിയെ. ഏയ് വേണ്ടട പൊന്നാ. എന്തിനാ പല തുറക്കണേ? അച്ഛനെ കാണാനോ? അച്ഛനെ കണ്ടിട്ടില്ലേ? കേറട്ടെ, തുറക്കട്ടെ? അയ്യോ തുറക്കാൻ കിട്ടുന്നില്ലല്ലോ. അയ്യോ അയ്യോ അച്ഛനെ കാണാല്ലേ? അച്ഛനോടെ പോയി. ഇരുട്ടാണല്ലോ മൊത്തം. അച്ഛനെ കാണാൻ കൊതിയായിട്ടിരിക്കുക കുട്ടി. ചിക്കൻ ബിരിയാണി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ടു പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോന്ന് കൊണ്ടുവരണത് ലപ്പിടുവോ? അതിനൊന്നും ചിക്കൻ ബിരിയാണി ഇല്ല. അത് അച്ഛൻ്റെ ബാഗല്ലേ, ഡ്രസ്സ് കൊണ്ടുപോണത്. നട്ടക്കട്ടി അങ്ങട്. നീര് പിടിച്ചേക്കണത് ചോറ് തരാം. ചിക്കൻ ആവണ്ടേ? ചിക്കൻ ആയിട്ടില്ല ചോറ് തരാ. എവിടെ പോയി? ഹായ് ഗൈസ് നോ. അയ്യേ അപ്പഴും വയറ് വരലിട്ടിരിക്കുക. അയ്യേ ഇനി അപ്പോഴും കൂടി കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അല്ലേ? ചിക്കൻ വേവണ വരെ നമ്മൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞിരിക്കും അല്ലേ? ഏ എന്നിട്ട് നമ്മൾ മാമുണ്ടൊക്കെ നോക്കും അല്ലേ? ഉറങ്ങണ്ടേ? ഓക്കെ. അച്ഛൻ കൂടെ കളിക്കണ്ടേ ഇന്ന്? എന്താ കളിക്കുക അച്ഛൻ്റെ കൂടെ ഇന്ന്? എല്ലാം കളിക്കും. ബജ്ജി എടുത്ത് കളിക്കാ കുട്ടി. പൊന്നപ്പാ പൊന്നപ്പം പോയോ അപ്പോഴേക്കും? വീണേ. അയ്യോ വീണേ. അതിന് മറച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒട്ടും ക്ഷമയില്ലാതെ അപ്പടൂന് അടുപ്പത്തു നിന്ന് തന്നെ ഞാൻ ചിക്കൻ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുത്തതാണ്. ഉള്ള ചിക്കൻ എടുത്ത് കൊണ്ട് എന്താ പൂച്ചക്കുട്ടി അല്ലേ? പൂച്ചക്കുട്ടിയെ അപ്രൂസ് എന്താ കഴിച്ചേ? പിന്നെന്താ? ചിക്കനോ? ചിക്കൻ പൊട്ടിച്ചാൻ കിട്ടണ? അമ്മ പൊട്ടിച്ചെന്നാ? 2 കൈ കൊണ്ടൊക്കെയാ? അടിപൊളി.
ഇട് ഇട്ട് പൊന്നപ്പാ. എറിഞ്ഞ് പതക്കവളനെ. അയ്യോ ഒരു പ്രാവശ്യം കൂടി കൊടുക്കൂ കുട്ടിക്ക്. ഒരു പ്രാവശ്യം കൂടി ട്ടാ. ആ റെഡി 1 2 3. ആ ഇട്. ആ ഇട്ട് അങ്ങനെ. ഏയ് ഇതാര കുബേരൻ തു ദിലീപോ എവിടിച്ച പപ്പേനെ വിളിച്ചാൻ പോവ്. ഇതാ പോണു മാറിക്കടാ. നൈറ്റ് പറ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ. നാളെ കാണാം അല്ലേ? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ ബൈ.